ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വിനീഷ എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് വിനീഷ. എനിക്കിപ്പോൾ 28 വയസ്സുണ്ട്. ഞാൻ വിവാഹിതയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവാഹിതയാണ്. അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അതെന്താണെന്ന് മാഡം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഞാൻ എൻ്റെ കഥ പറഞ്ഞു കഴിയുമ്പോൾ മാഡത്തിന് മനസ്സിലാകും. എൻ്റെ അമ്മയ്ക്ക് 19ാമത്തെ വയസ്സിലുണ്ടായ മകളാണ് ഞാൻ. അപ്പോൾ അമ്മയുടെ പ്രായം മാഡത്തിന് ഊഹിക്കാമല്ലോ. അമ്മ ഇപ്പോഴും ചെറുപ്പമാണ്. പക്ഷേ ഹസ്ബൻഡ് 25 വയസ്സായി കഴിഞ്ഞപ്പോഴേക്കും അമ്മയെ ഉപേക്ഷിച്ചിട്ട് പോയി. അത് കഴിഞ്ഞ ശേഷം തനിയെയാണ് അമ്മ ജീവിച്ചത്. പിന്നീടൊരു പുരുഷനെ കല്യാണം കഴിക്കാൻ അമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. എൻ്റെ അമ്മയുടെ അമ്മ വീട്ടിലുണ്ടായിരുന്നു. എൻ്റെ അമ്മ വൈകുന്നേരമായി കഴിയുമ്പോഴേക്കും ഒരുങ്ങിപ്പോകും. രാവിലെ വരികയും ചെയ്യും. അമ്മയുടെ ജോലി എന്താണെന്ന് എനിക്ക് ഹൈസ്കൂൾ വരെ ഒത്തിരി സംശയങ്ങളുണ്ടായിരുന്നു. ഹൈസ്കൂളിൽ എൻ്റെ കൂട്ടുകാർ കളിയാക്കാൻ തുടങ്ങി, നിൻ്റെ അമ്മ അങ്ങനെയാണെന്ന്. അപ്പോഴാണ് എനിക്കെന്തോ ഇതൊക്കെ ഒരു പ്രശ്നമായി തോന്നിയത്. പക്ഷേ എൻ്റെ അമ്മ കൊണ്ടുവരുന്നത് കൈ നിറയെ മിഠായികളും പലഹാരങ്ങളും അതേപോലെ തന്നെ പണവുമായിരുന്നു. യാതൊരു ബുദ്ധിമുട്ടുമില്ല. ചെറിയൊരു കുടസുമുറിയിലായിരുന്നു ആദ്യകാലത്ത് ഞങ്ങൾ ജീവിച്ചിരുന്നത്. അത് കഴിഞ്ഞ് അമ്മ ഇങ്ങനെ പോയതിൽ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ വളർച്ച മാത്രമേ ഉള്ളൂ. നല്ല ഒരു 2 നില കെട്ടിടം ഞാൻ +2 പഠിക്കുമ്പോഴേക്കും അമ്മ സ്വന്തമാക്കി. പക്ഷേ പേരുദോഷങ്ങൾ പലതും ഉണ്ടായിരുന്നു. പല ആളുകളും ഫംഗ്ഷന് വിളിക്കില്ല. പിന്നെ അമ്മയെ കല്യാണത്തിന് പോലും വിളിക്കാത്ത ഒരവസ്ഥയാണ്. എവിടെയെങ്കിലും പോയാലും ഡയറക്റ്റ് വന്ന് കുത്തും കോളും വെച്ച് ആളുകൾ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. നീയും സുന്ദരിയാണല്ലോ, അമ്മയ്ക്ക് കൂട്ടായി മോളും ഇറങ്ങുമോ എന്നൊക്കെ എന്നോട് ചോദിക്കാൻ തുടങ്ങി. എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒട്ടും വിവരമില്ലായിരുന്നു. എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് അധികമൊന്നും സംസാരിക്കില്ല. അവർ തമ്മിൽ നല്ല ഐക്യമാണ്. എല്ലാ കാര്യങ്ങളും പറയും, പണം കൊടുക്കും. സ്വന്തം മകൾ ഇങ്ങനെ പോകുന്നത് എൻ്റെ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു തോന്നുന്നു. കാര്യം അവർ രണ്ടുപേരും സുഹൃത്തുക്കളെ പോലെയായിരുന്നു. ഞാൻ +2 പഠിക്കുമ്പോഴാണ് അമ്മയുടെ അമ്മ മരിച്ചു പോയത്. അത് കഴിഞ്ഞ് കുറച്ചുനാൾ അമ്മ എങ്ങും പോകാതെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാകാൻ തുടങ്ങി. അമ്മ ഈ ജീവിതം നിർത്തണം. അത്യാവശ്യം പണം അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി ആ ജോലിക്ക് പോകരുത്. മോളെ, ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കൂടി വന്നാൽ 20,000 രൂപയാകും. നീ പറയുന്നത് ശരിയാണ്. അമ്മ തെറ്റായ വഴിക്കാണ് പോയത്. പക്ഷേ പണമാണ് ലോകത്തിൽ ഏറ്റവും വലുതെന്ന് ഞാൻ പറഞ്ഞു. അമ്മ പ്ലീസ്, എല്ലാവരും എന്നെ കളിയാക്കിയാണ്. എനിക്ക് നല്ലൊരു വിവാഹം പോലും കിട്ടില്ല. അമ്മ പറഞ്ഞു, കല്യാണം കഴിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ലടി. കല്യാണം കഴിക്കാതിരുന്നാൽ 100 സുന്ദരന്മാരെ കിട്ടും. കല്യാണം കഴിച്ചാൽ ഏതെങ്കിലും പുന്നാരമോൻ്റെ മുഖം എന്നും കാണേണ്ടി വരും. മുഖം മാത്രമല്ല, അത് പിന്നെ നിനക്ക് വല്ലാത്ത തലവേദനയാകുമെന്ന് അമ്മ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി ആയിക്കോട്ടെ, കല്യാണം എന്നുള്ള കാര്യം ഞാനങ്ങ് പിൻവലിച്ചു. എന്നാലും പേരുദോഷം അമ്മേ, എൻ്റെ കൂട്ടുകാരൊക്കെ കളിയാക്കിയാണെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, എന്താ നീ ഉദ്ദേശിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, അമ്മ എന്തായാലും ഇത്രയൊക്കെ ആൾക്കാരുമായിട്ട് പരിചയമുണ്ട്. അമ്മയ്ക്ക് ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറിക്കൂടെ? എന്നിട്ട് അമ്മ എന്തുണ്ടെങ്കിലും കാണിച്ചു പറയാനൊരു ജോലി വേണം. അല്ലാതെ രാത്രിയിൽ പോയി രാവിലെ വരുന്ന ജോലി എന്ന് പറയുമ്പോഴേക്കും അങ്ങനൊരു ജോലി എന്നോ ആർക്കാ ഉള്ളത്? അതുകൊണ്ട് അത് ശരിയാകില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ ചുണ്ടിൽ വിരൽ വെച്ചു. ആഹാ, നീ മിടുക്കിയാണല്ലോ. നീ എൻ്റെ മോള് തന്നെ. നല്ലൊരു വഴിയാണല്ലോ നീ പറഞ്ഞു തന്നത്. അപ്പോൾ എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ തുടരുകയും ചെയ്യാം. ഒരു ജോലി എന്നുള്ള രീതിയിൽ നിൻ്റെ അഭിമാനം നിനക്ക് സംരക്ഷിക്കുകയും ചെയ്യാം. നീ ഒരു മിടുക്കി തന്നെ. നീ പറഞ്ഞത് കാര്യമാ മോളെ. ശരി, നിന്നെ ഇത്രയും വളർത്താൻ വേണ്ടി ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. അപ്പോൾ നീ പറഞ്ഞത് എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മോളെ അങ്ങനെ തന്നെ ചെയ്തോളാന്ന് പറഞ്ഞ് അമ്മ എനിക്കൊരു ഉമ്മ തന്നു. കാരണം എൻ്റെ നാണക്കേട് മാറ്റേണ്ടത് അമ്മയുടെയും കടമയല്ലേ. പിന്നെ എന്നെ ഇപ്പം തനിയെ ഇട്ടിട്ട് രാത്രി പോകാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് അമ്മ ടൗണിൽ ഒരു മുതലാളിയെ കണ്ട് അവരുടെ ഓഫീസിൽ ജോലി വാങ്ങിച്ചെടുത്തു. അതൊരു പേരിന് മാത്രം. മുതലാളിയൊക്കെ അമ്മയുടെ ഫേവററ്റാണ്. അപ്പോൾ പിന്നെ പേരിന് രാവിലെ ബാനും തൂക്കിപ്പോകും. അമ്മ രാത്രി 11 മണിക്ക് മുമ്പ് വരും. എന്തായാലും 11 മണി വരെ എന്നോട് തനിയിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കത്ര പേടിയൊന്നുമില്ല. അടുത്തടുത്ത ആളുകളൊക്കെ ഉണ്ട്. നല്ല ബന്ധവസായിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അമ്മയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഞാനങ്ങ് അംഗീകരിച്ചു. അമ്മ ഒരിക്കൽ പോലും എന്നോട് അമ്മയുടെ വഴിക്ക് ഇറങ്ങണമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിക്ക് പോകണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. നിനക്ക് പഠിക്കാവുന്നിടത്തോളം പഠിക്കൂ. എന്നെ ഇങ്ങനെയൊക്കെ ഉപദേശിച്ച നീ അവസാനം എൻ്റെ ഗതിയിലേക്ക് വരരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് അമ്മ ഞാൻ ഡിഗ്രിക്ക് ചേർന്നപ്പോൾ പറഞ്ഞു. ഞാനത് കാത്തു സൂക്ഷിച്ചു മാഡം. ഒരിക്കലും ആരോടും എനിക്ക് പ്രേമൊന്നും ഉണ്ടായില്ല. പല ആൾക്കാർ എൻ്റെ പുറകെ നടന്നു. പക്ഷേ ഞാൻ മൈൻഡ് ചെയ്തില്ല. അന്ന് എനിക്ക് പേരുദോഷത്തെ വലിയ ഭയമായിരുന്നു. അമ്മ ജോലിക്ക് പോയതോടുകൂടി ആൾക്കാരുടെ ഇളക്കൊന്ന് കുറഞ്ഞു. കുറച്ചൊക്കെ സ്റ്റാറ്റസ് കൈവന്നു തുടങ്ങി. എന്തായാലും പേരുദോഷം ഒരിക്കലും മാറുകയില്ലല്ലോ.
പിന്നെ അമ്മയും ഞാനും കൂടെ പല സ്ഥലത്തും ഇടയ്ക്ക് യാത്രയ്ക്ക് പോകും. ആ സമയത്ത് അമ്മയുടെ ചില കൂട്ടുകാരികളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അറിയാവുന്നവരുടെ വീട്ടിൽ, അതും സ്ത്രീകളുടെ കൂടെ എന്നെ സ്വസ്ഥമാക്കും. എന്നിട്ടാണ് അമ്മയുടെ കാര്യങ്ങൾക്ക് പോകുന്നത്. പ്രായപൂർത്തിയായ ശേഷം കൈ നിറയെ കാശ് അമ്മ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് തന്നു. ഞാൻ സന്തോഷവതിയല്ലെന്ന് പറയാൻ പറ്റില്ല. ഇതിനിടയ്ക്ക് അമ്മ ഒരു കാറും എടുത്തു. ആ കാറിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്നു. അമ്മ അപ്പോഴേക്കും ഡ്രൈവിംഗ് ഒക്കെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ സ്ഥിരമായി ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകും. അതിന് തൊട്ടിപ്പുറത്ത് ഒരു 30-35 വയസ്സുള്ള ആളാണ്. കണ്ടാൽ അതീവ സുന്ദരനാണ്. ഏതു പെണ്ണും ഒന്ന് കൊതിക്കും. ഞാൻ അദ്ദേഹത്തെ എങ്ങനെയാണ് നോക്കിപ്പോയി മാഡം. ഇത്രയും നാളും അങ്ങനൊരു അട്രാക്ഷൻ എനിക്കൊരു പുരുഷനോട് തോന്നിയിട്ടില്ല. അമ്മയാണെങ്കിലും അയാളെ നോക്കും. ഞങ്ങളെ രണ്ടുപേരെയും കൂടെ ഒന്നിച്ച് കാണുമ്പോൾ അയാൾ ഹൃദ്യമായൊന്ന് ചിരിക്കും. ഒരു ദിവസം ഇത് പതിവായി കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ അങ്ങേരാണെങ്കിൽ എന്നെ നോക്കി എപ്പോഴും ചിരിക്കുകയാണെന്ന്. അപ്പം അമ്മ പറഞ്ഞു, നിന്നെ നോക്കിയൊന്നല്ല ചിരിക്കുന്നത്, എന്നെ നോക്കി ചിരിക്കുന്നത്. കാര്യം നിന്നേക്കാൾ സുന്ദരി ഞാനാണല്ലോ. അമ്മയെ കാണുമ്പോൾ അയാൾ ചിരിക്കുന്നത് അമ്മയുടെ നടപടിക്രമം ഓർത്തായിരിക്കും. എന്നെ കാണുമ്പോൾ ചിരിക്കുന്നത് എന്നെ ഇഷ്ടമുള്ളത് കൊണ്ടാണെന്ന്. ആഹാ, നീ എങ്ങനെയാണോ വിചാരിക്കുന്നത്? നിന്നെ അയാൾ ശ്രദ്ധിക്കുന്ന പോലുമില്ല, എന്നെയാണ് ശ്രദ്ധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് അയാളെ ചൊല്ലി ചില പിണക്കങ്ങളൊക്കെ ഉണ്ടാക്കും. അയാൾക്കത് അറിയാവുന്ന ആർക്കറിയാം, ഒന്നും അറിയില്ല. പക്ഷേ സ്ഥിരമായിട്ട് ഞങ്ങൾ ആ സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. ഒരു ദിവസം അയാളുടെ കടയിൽ പോകേണ്ടി വന്നു. ആ സമയത്ത് അയാൾ ഞങ്ങളെ രണ്ടുപേരെയും അടിപിടി നോക്കുന്ന പോലെ എനിക്ക് തോന്നി. അമ്മയ്ക്കും അയാളോടെന്തോ ഒരു അട്രാക്ഷൻ ഉള്ള പോലെ എനിക്ക് സംസാരിക്കുമ്പോൾ തോന്നിയിരുന്നു. അമ്മയ്ക്ക് ഇത്തരം ഇളക്കങ്ങളൊന്നും ഉണ്ടാകാത്ത ആളാണ്. പക്ഷേ അങ്ങയുടെ സൗന്ദര്യം കണ്ടിട്ടായിരിക്കും അമ്മ ഉടനെ തന്നെ അയാളോട് ചോദിക്കും, എന്തോ ഒരുമാതിരി മനുഷ്യനെ കൊത്തിപ്പറിക്കുന്ന പോലെ നോക്കുന്നതെന്ന്. ആ സമയത്ത് അവിടെ വേറെ ആരുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പറയുകയാണ്, 2 സുന്ദരികളെ കാണുമ്പോൾ ആരായാലും ഒന്ന് നോക്കില്ലേന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനും ഒന്ന് പൂത്തിലഞ്ഞു, അമ്മയും ഒന്ന് പൂത്തിലഞ്ഞു. പക്ഷേ അവിടുന്ന് പർച്ചേസ് ചെയ്ത് പോരാൻ നേരത്ത് അമ്മ പറഞ്ഞു, ബുദ്ധിമുട്ടില്ലെങ്കിൽ നമ്പർ ഇങ്ങോട്ട് തരുമോ എന്ന്. എനിക്കതിനുള്ള ധൈര്യമില്ല. അമ്മ ചാടിക്കേറി നമ്പർ വാങ്ങിച്ചു മാഡം. എനിക്ക് ആദിസാമർത്ഥ്യം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ അമ്മയാണെങ്കിലും ആ സമയത്ത് എന്തോ എനിക്ക് ആ പ്രവൃത്തി ഒട്ടും നന്നായി തോന്നിയില്ല. തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ എന്തിനാ നമ്പർ വാങ്ങിയെന്ന്. അയാൾക്ക് എന്തായാലും എന്നെ ഇഷ്ടമായല്ലോ, അതുകൊണ്ടാണ് നമ്പർ വാങ്ങിയത്. അമ്മ എത്ര ആണുങ്ങളെ കാണുന്നതാണ്, ഇയാൾ എൻ്റെ കയ്യിലെ ഒരു പൊടി പോലെയുള്ളെന്ന്. പക്ഷേ മാഡം, ആ സമയത്ത് അമ്മയുടെ ചെയ്തികളും എൻ്റെ ശബ്ദങ്ങളും ഒക്കെ ഞാൻ മറന്നുപോയി. എനിക്കിഷ്ടപ്പെട്ട ആണ് എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിലേക്ക് അയാളങ്ങ് കയറി വന്നു. ഞാൻ അമ്മയുടെ വഴക്കുണ്ടാക്കി. എനിക്ക് അയാളെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടതാണ്. അമ്മ നമ്പർ വാങ്ങിച്ച് അങ്ങനെ വിളിക്കുന്നൊന്നും എനിക്കിഷ്ടമല്ല. എൻ്റെ സ്വന്തമാണ് അയാളെന്ന്. അമ്മ അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. അത് കൊള്ളാവലോടി, ആരെയും നീ പ്രേമിക്കില്ല, നിനക്ക് നല്ലൊരു ഭർത്താവിനെ മാത്രം വേണ്ടിയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നീ എന്തിനാണ് പബ്ലിക്കായി ഒരുത്തനെ കണ്ടിട്ട് ഇത്രയും തർക്കിക്കുന്നത്? ഞാൻ പറഞ്ഞു, എന്താ അങ്ങനെ എന്നെ കെട്ടിയെ കൊള്ളില്ലേ? അപ്പം അമ്മ പറഞ്ഞു, എടി അങ്ങർക്ക് 10-35 വയസ്സില്ലേ, നിനക്ക് എത്ര വയസ്സുണ്ട്? 21-20 വയസ്സല്ലേ ഉള്ളൂ. അതിനെന്താ, 18 വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് ആരെയും കെട്ടാലോ, അപ്പം അങ്ങേരെയും കെട്ടാം. ആഹാ, നീ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണോ അയാളെ നോക്കിയത്? പിന്നെ അല്ലാതെ അമ്മ നോക്കുന്നവളെ നോക്കിയത്? അമ്മയുടെ സ്വഭാവമല്ല എൻ്റെ സ്വഭാവം. അയോടി, ഏതോ ഒരുത്തിനിരുന്ന് എവിടെ നിന്നോ കൈയും കാലും കാണിച്ചപ്പോഴേക്കും അവൾക്കുടനെ കല്യാണം കഴിക്കണം. അവൻ ഏത് ഉദ്ദേശത്തിലാണ് നമ്മളോട് മിണ്ടിയത്, എന്തിനാ നമ്പർ തന്നെന്ന് ആർക്കറിയാം? ആദ്യം ഞാൻ അവനുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കട്ടെ, അവൻ്റെ ഉദ്ദേശം എന്താണെന്ന്. നീയല്ലേ പറഞ്ഞത് അങ്ങേർക്ക് എൻ്റെ ഹിസ്റ്ററി എല്ലാം അറിയാമെന്ന്. അമ്മയുടെ ഹിസ്റ്ററി മൊത്തം പറയാമെങ്കിൽ മോളെ അയാൾ കാണുന്നത് അതേ കണ്ണോടുകൂടിയല്ലേ, അല്ലാതെ നിന്നെ കല്യാണം കഴിക്കാൻ പറ്റൊന്നുമല്ല അയാൾ നോക്കിയത്. എന്നെ നോക്കിയതുപോലെ തന്നെ നിന്നെ നോക്കി. അങ്ങേരുടെ ഉദ്ദേശം മറ്റു കാര്യങ്ങൾ തന്നെ എന്ന് പറഞ്ഞു. ഓ, എൻ്റെ ജീവിതം എന്തായാലും പോയി. അമ്മയുടെ മകളായിട്ട് ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ചെക്കനെ കിട്ടില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മ പിന്നെയും കളിയാക്കി ചിരിച്ചു. പെണ്ണിന് മുള്ളുമുരിക്കിൽ കയറി താഴേക്ക് ഇറങ്ങണം തോന്നുന്നു, അത്രയ്ക്കും ഇളക്കമാണ്. എടി, എൻ്റെ മോളാണ് നീ. എത്രയൊക്കെ നീ ശീലാതെ ജവഞ്ഞെന്ന് പറഞ്ഞാലും എൻ്റെ സ്വഭാവം നിനക്ക് കാണാതിരിക്കുമോ? കണ്ടില്ലേ സൗന്ദര്യം ഒരുത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പെണ്ണ് കയറ് പൊട്ടിക്കുന്നത്. ഞാൻ പറഞ്ഞു, അമ്മേ, എനിക്ക് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങേരോട് ഒരിഷ്ടം തോന്നി. സാധാരണ ആണുങ്ങളെ ഞാൻ ശ്രദ്ധിക്കാറില്ല, എന്തോ വല്ലാത്തൊരു സൗന്ദര്യമാണ് അയാൾക്ക്. എൻ്റെ പൊന്നുമോളെ, ഇങ്ങനെയാണ് ഈയാമ്പാറ്റകളെ പോലെ പെണ്ണുങ്ങൾ പോയി വീഴും. അത് കഴിയുമ്പോഴേക്കും 1 ആയി 2 ആയി 3 ആയി
പിന്നെ മോളെ കടൽ മൊത്തം നീ കോരി വറ്റിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. എന്നാലും അയാൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അമ്മയോട് പറയുക എന്ന് അമ്മ എന്നോട് പറയണമെന്ന് പറഞ്ഞു. ആ നോക്കട്ടെടി അവൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന്. നിന്നെ കെട്ടാനാണ് അവന് താല്പര്യമെങ്കിൽ കെട്ടിച്ചാൻ കൊടുത്തേക്കാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിന്നെ ആര് കെട്ടിക്കൊണ്ടു പോയാലും ഒരു കുഴപ്പവും എനിക്കില്ല, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇതൊരു സീരിയസ് തർക്കമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. എന്നാലും എന്തോ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അമ്മയ്ക്കും ഉണ്ട്. പക്ഷേ അമ്മ അന്ന് രാത്രി തന്നെ അങ്ങേരോട് സംസാരിച്ചിട്ട് ലൗഡ് സ്പീക്കർ ഇട്ടു. അങ്ങേരാണെങ്കിൽ ശരിക്കും മഹാപോക്കാണെന്ന് എനിക്ക് തോന്നി. കാര്യം അമ്മയും മോളെയും എനിക്ക് നേരത്തെ അറിയാം, നിങ്ങൾ ആരാണെന്നും എനിക്കറിയാം. രണ്ടുപേരെയും എനിക്കിഷ്ടമാണ്. ഒന്ന് മാതളവും ഒന്ന് മൽഗോവ മാമ്പഴവും ആണെന്നൊക്കെ പറഞ്ഞ് പച്ചയ്ക്കാണ് മാഡം അയാൾ സംസാരിക്കുന്നത്. ശരിക്കും എനിക്കപ്പോൾ മനസ്സിലായി അമ്മയുടെ കാര്യങ്ങളെല്ലാം അറിയാം. അതുകൊണ്ട് എന്നെയും അയാൾ അങ്ങനെ തന്നെയാണ് കാണുന്നത്, അല്ലാതെ പ്രേമവും സ്നേഹവും മണ്ണാങ്കട്ടയൊന്നുമല്ലെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, മൽഗോവയാണെങ്കിലും മാതളമാണെങ്കിലും എന്താണെങ്കിലും എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്. പക്ഷേ എൻ്റെ മകൾ, അവളെ ഞാൻ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നതാണ്. പിന്നെ അവൾക്ക് നിങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ കല്യാണം കഴിച്ചതാണോ, കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടോ എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അവൾക്ക് കല്യാണം കഴിച്ച് കുടുംബിനിയായിട്ട് ജീവിക്കാനാണ് ഇഷ്ടമെന്ന്. അപ്പോൾ അങ്ങനെ പൊട്ടിച്ചിരിക്കുന്നു, ഇത് തമാശയാണെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, തമാശയല്ല, എൻ്റെ മോള് എന്നെപ്പോലെയല്ല, എൻ്റെ ജീവിതം വേറെ, എൻ്റെ മോളുടെ കൺസെപ്റ്റ് വേറെ എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഡൈവോഴ്സ് ചെയ്തതാണ് 5 വർഷത്തിന് മുമ്പ്. ഇനിയിപ്പം പെണ്ണും പെടക്കോഴിയൊന്നും വേണ്ട, കൂട്ടുകാരികൾ മാത്രം മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ മോൾക്ക് അത്രയ്ക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാം, എന്നെ നിയന്ത്രിക്കരുതെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, എന്നെയും എൻ്റെ മോളെയും ആര് നിയന്ത്രിക്കുന്നത് ഞങ്ങൾക്കും ഇഷ്ടമല്ല. പക്ഷേ ഇവളെ കല്യാണം എന്ന് പറഞ്ഞത് സീരിയസ് ആയിട്ടാണോ എന്ന് എനിക്കറിയില്ലെന്ന് പറഞ്ഞു. എന്തായാലും പിന്നീട് കുറച്ചു നേരം കൂടെ സംസാരിച്ചിട്ട് അമ്മ കട്ട് ചെയ്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എടി ഇത് ഒരു നടക്കി പോകുന്ന കേസൊന്നുമല്ല, ഇതിപ്പം എന്നെപ്പോലെ തന്നെയുള്ള ഒരാളാണ്, അയാളും ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുകയാണ്, പല ബന്ധങ്ങളുമുണ്ട്. അങ്ങനെ നിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്ത് ഗുണം ഉണ്ടാകുക? നീ വേണമെങ്കിൽ പ്രേമിച്ച് കല്യാണം കഴിച്ചു, അല്ലാതെ ഇങ്ങനെ ഒരാളെയല്ല നീ കല്യാണം കഴിക്കേണ്ടതെന്ന് അമ്മ പറഞ്ഞു. ഞാനെപ്പോഴേക്കും ഇളകിയിരിക്കല്ലേ, ഇളകിയ പെണ്ണിനെ പിന്നെ ആര് തളയ്ക്കും? യഥാർത്ഥ പാപ്പാൻ വന്നല്ലേ തളയ്ക്കുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് ആ സമയത്ത് ഒന്നും എൻ്റെ മനസ്സിലായിരുന്നു. ഞാൻ പറഞ്ഞു, അങ്ങേർക്ക് സമ്മതമാണെങ്കിൽ ഞാൻ അങ്ങയുടെ ഭാര്യയാകാൻ തയ്യാറാണ്, എനിക്ക് ഭാര്യയാകാതെ വേറൊരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, അത്ര വലിയ നിർബന്ധമാണെങ്കിൽ ഞാൻ സംസാരിച്ച് നോക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, അങ്ങേരുടെ പാട്ടിന് പോകും, നീ ഭാര്യയായിട്ട് അവിടെ ഇരിക്കും. അവൻ ചിലപ്പോൾ എന്നെ അടക്കം കൊണ്ടുപോയി ചുറ്റിക്കറക്കും. പക്ഷേ അവസാനം അവിടെ ഇരുന്ന് മോങ്ങേണ്ട ഗതികേട് വരരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത ഒരു ഡീലുണ്ടാക്കൂ അമ്മേ. കാര്യം എനിക്ക് അയാളുടെ ഭാര്യയായിട്ട് നിൽക്കാൻ തോന്നുന്നു. അമ്മ പറഞ്ഞു, ഞാൻ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ, നമുക്ക് പ്രയോജനമുണ്ടാക്കണം. കാര്യം പെട്ടെന്നൊരു ദിവസം അവൻ ഉപേക്ഷിക്കുകയാണെങ്കിൽ കൂടി നിനക്കൊരിക്കലും നഷ്ടം വരാത്ത രീതിയിൽ മാത്രമേ എനിക്ക് ചിന്തിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അമ്മ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യൂ. എടി, ചിലപ്പോൾ അവൻ നിന്നെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്തേക്കും അവൻ്റെ സഞ്ചാരം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും എനിക്ക് പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞു പോയി. കാര്യം ഞാൻ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ താഴേക്ക് വീഴാൻ നിൽക്കുകയല്ലേ. അപ്പോൾ അമ്മ പറഞ്ഞു, ആ നീ സീരിയസ് ആണെങ്കിൽ അത് നല്ലൊരു ഐഡിയയാണ്. മരുമോനും അമ്മായിമ്മയും തമ്മിൽ നല്ലൊരു പാമ്പൻ പാലമുണ്ടെങ്കിൽ പിന്നെ മോള് കല്യാണം കഴിച്ചാൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത് എന്നുള്ള രീതിയിൽ അമ്മ സംസാരിച്ചു. എന്തായാലും ഇതൊക്കെ വർക്കൗട്ടാവുമെന്ന് അറിയില്ലല്ലോ. വർക്കൗട്ടായി കഴിഞ്ഞാൽ എൻ്റെ മോഹങ്ങൾ പൂവണിയും. അങ്ങേരായിരിക്കണം ആദ്യമായി പിൻവിളക്കും മുൻവിളക്കും കത്തിച്ച് എൻ്റെ ശ്രീകോവിലേക്ക് പ്രവേശിക്കേണ്ടതെന്ന് എനിക്കങ്ങ് തോന്നി. എന്തായാലും അന്നത്തെ ഇളക്കം കൊണ്ട് അമ്മയോട് ഞാൻ കൂടുതൽ നിർബന്ധിച്ചപ്പോൾ അങ്ങേരെ വിളിച്ച് അമ്മ സീരിയസ് ആയിട്ട് സംസാരിച്ചു. പക്ഷേ അങ്ങേരെ ആദ്യം ഓർത്തത് അമ്മയുടെ സ്വഭാവം കൊണ്ട് അമ്മ കളിയാക്കി മറ്റു ചെയ്യുകയാണെന്നാണ്. പക്ഷേ എനിക്ക് കല്യാണത്തിന് താല്പര്യമുണ്ടെന്ന് കിട്ടുകഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമായി തുള്ളിക്കുതിച്ച് എന്നെ കാണാൻ വേണ്ടി വന്നു. 2ാം കെട്ടുകാരനെ കെട്ടാൻ കുട്ടി തയ്യാറാണോ എന്നൊക്കെ എന്നോട് വെച്ചു. ഞാൻ പറഞ്ഞു, ആണ്, എനിക്ക് ചേട്ടനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് കൊഞ്ചിക്കുഴഞ്ഞു. അത്രയും നാളുമില്ലാത്ത അമ്മയുടെ സ്വഭാവത്തേക്കാൾ കൂടുതൽ സ്വഭാവം എനിക്കങ്ങ് വന്നു മാഡം. പുള്ളി പറഞ്ഞു, നിൻ്റെ അമ്മ കുറേ കണ്ടീഷൻസൊക്കെ വെച്ചിട്ടുണ്ട്, എന്തായാലും എനിക്കതിന് തയ്യാറാ എന്ന് പറഞ്ഞ് അയാൾ വലിയൊരു എമൗണ്ട്
അത് ലക്ഷങ്ങൾ വരും. അതെനിക്ക് ആദ്യമേ തന്നെ ബാങ്കിലിട്ട് തരാമെന്ന് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൻ്റെ സെക്യൂരിറ്റിക്ക്. അത് കഴിഞ്ഞ ശേഷം അങ്ങേർ ഒരമ്പലത്തിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ താലി കെട്ടിട്ട് ഒരു റിസപ്ഷനോ നടത്താം. പക്ഷേ രജിസ്റ്റർ ഒന്നും ചെയ്യാൻ പറ്റില്ല. പഴയ വിവാഹത്തിൻ്റെ എന്തൊക്കെയോ ബാക്കി, അവിടെ മോചനത്തിന് ഇനിയും ഉണ്ടത്രേ എന്നൊക്കെ അയാൾ പറഞ്ഞു. ഇതൊന്നും കേൾക്കേ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. താലി ഇങ്ങ് കിട്ടിയാൽ മതി, എനിക്ക് മണ്ഡപത്തിൽ കയറണം, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം പറഞ്ഞ് റെഡിയാക്കി. അമ്മയ്ക്കും നല്ല ഉത്സാഹമുണ്ടായിരുന്നു. പക്ഷേ അമ്മ എന്നോട് പറഞ്ഞു, എടീ നീ ഇങ്ങനെ ഉത്സാഹിക്കുന്നു, അവസാനം എന്തെങ്കിലും ആയി തീർന്നു കഴിഞ്ഞാൽ നീ എന്നെ കുറ്റം പറയില്ലെന്ന് പറഞ്ഞു. ആ സമയത്ത് ആര് കുറ്റം പറയാനാണ് മാഡം? ഞാൻ അമ്മയോട് പറഞ്ഞു എല്ലാം ഓക്കെ ആണെന്ന്. അങ്ങനെയാണ് ഒരു അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിച്ചത്. എന്നിട്ട് ഒരു റിസപ്ഷനും ഉണ്ടായിരുന്നു. അങ്ങർക്ക് എന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ പുള്ളി കോടീശ്വരനാണ്. ഞങ്ങളുടെ വീട്ടിൽ തന്നെയായിരുന്നു താമസം. അങ്ങയുടെ വീട്ടിൽ എന്നെ കൊണ്ടുചെല്ലാൻ അവരുടെ വീട്ടുകാർ സമ്മതിക്കില്ല. പക്ഷേ അവർക്ക് വലിയ എതിർപ്പൊന്നുമില്ല. കാര്യം പണമെല്ലാം പുള്ളിയുടെ കയ്യിലല്ലേ, പുള്ളിയുടെ ഇഷ്ടം പോലെ, അത്രയേ ഉള്ളൂ. പക്ഷേ എൻ്റെ സ്വപ്നത്തിൻ്റെ കൂടാരമാണല്ലോ അന്ന് തുറക്കുന്നത്. എൻ്റെ ഇഷ്ടപ്പെട്ട പുരുഷൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയില്ല, വല്ലാത്ത ഒരാവേശം തന്നെയായിരുന്നു. അദ്ദേഹം എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ തയ്യാറായി ഞാൻ നിൽക്കുകയായിരുന്നു. പക്ഷേ കാര്യങ്ങളിലേക്ക് കടന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ വിചാരിച്ചതുപോലെ സിമ്പിളായ ഒരാളല്ല അദ്ദേഹം. 18 കളരിക്കും ആശാനാണ്. ഈ അടുത്തിറങ്ങിയ ഒരു സിനിമയിലുണ്ട് ആ സീൻ. എല്ലാവരും മുറിയിലെ ലൈറ്റ് അണയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ മുറിയിലെ ലൈറ്റ് അണയുന്നേയില്ല. അവിടെയാണെങ്കിൽ ശബ്ദ കോലാഹലവും. ഇതേ അവസ്ഥയായിരുന്നു എൻ്റേത്. രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വല്ലാതെ പരീക്ഷീണയായിരുന്നു. അമ്മ അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്നെ കണ്ടിട്ട് എന്താടി എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിച്ചു. ഞാൻ ദയനീയമായിട്ട് അമ്മയെ നോക്കി, പറയാതെ അറിഞ്ഞു. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, നീ വിചാരിച്ചതുപോലെ സിമ്പിൾ അല്ലായിരുന്നു കാര്യങ്ങൾ അല്ലേ? ഇടീ നീ എപ്പോഴും വിചാരിക്കണം, ഒന്നും അറിയാത്ത 2 പേരാണെങ്കിൽ അവിടെ പരസ്പരം ഒരു പടി ചാടിക്കടന്ന് അവസാനം മലമുകളിൽ എത്തുന്ന പോലൊരു യാത്രയായിരിക്കും. ഇതിപ്പോൾ അങ്ങനെയല്ല. അവനെന്ന് പറയുമ്പോഴേക്കും നാടോടിയാണ്, നടുവേ ഓടിയാണ്. നിൻ്റെ നടുപൊടിഞ്ഞു കാണുമല്ലേന്ന് ഞാൻ പറഞ്ഞു. അമ്മേ ഇനിയിപ്പോൾ അമ്മയെന്ന് വിളിച്ചിട്ട് കാര്യമില്ല, നിൻ്റെ ചോയ്സ് അല്ലേന്ന്. പക്ഷേ അന്ന് എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. അന്നൊരു റെസ്റ്റ് ഞാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും അയാൾ പറഞ്ഞു, റെസ്റ്റ് എന്ന് പറയുന്ന വാക്ക് എൻ്റെ നിഘണ്ടുവിലയില്ല, എങ്കിൽ പിന്നെ മദറിലോ വന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ദൈവമേ അമ്മ എന്നങ്ങനെ സമ്മതിച്ചത് നന്നായി എനിക്ക് ആശ്വാസം തോന്നിയത്. എൻ്റെ എടുത്തുചാട്ടം അന്ന് മുതൽ എനിക്ക് തിരിച്ചറിയുകയായിരുന്നു. അന്ന് പിന്നെ അമ്മയാണ് അത്താഴ വിരുന്ന് ഒരുക്കിയത്. അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ലായിരുന്നു. പോകെ പോകെ അയാൾക്ക് ഞങ്ങളോട് 2 പേരോടും വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് തോന്നി തുടങ്ങി. അത് കഴിഞ്ഞതിൽ പിന്നെ നല്ല സ്നേഹവും കാര്യമൊക്കെ ആയിരുന്നു. പക്ഷേ എപ്പോഴും പിന്നെ അമ്മയും ഞാനും ഇടം വലവും വേണം. ആദ്യമൊക്കെ എനിക്കിത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അയാൾ വരുമ്പോൾ ഞാനും അമ്മയും കൂടി പുള്ളിക്കാരനെ സൽക്കരിക്കാൻ ഒത്തിരി ഉത്സാഹിച്ചു. അതുമാത്രമല്ല, അത്താഴ വിരുന്നിൽ പുതിയ പുതിയ വിഭവങ്ങൾ ടിപ്പുകൾ അമ്മ പറഞ്ഞു തന്നു, കാണിച്ചു തന്നു. കൊമ്പും കുഴൽവിളിയുമൊക്കെ എന്നെ പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. ഒന്നിച്ച് പഠിച്ച് ഒന്നിച്ച് രസിച്ച് ഞങ്ങൾ ഒന്നിച്ചാണ് ഇതുവരെ കഴിഞ്ഞു വന്നത്. പിന്നെ പണം നല്ലപോലെ അയാൾ തരുമായിരുന്നു. അമ്മയ്ക്ക് പിന്നെ ജോലിയുണ്ട്, അതിന് പോകും. അമ്മ പലപ്പോഴും അമ്മയുടെ ആഗ്രഹങ്ങൾക്ക് പിറകെ കറങ്ങി നടക്കുകയും ചെയ്യുന്നുണ്ട്. ഞാനാണെങ്കിൽ പുള്ളിയെ ഒരു ഭാര്യയെപ്പോലെ ശുശ്രൂഷിക്കുന്നുമുണ്ട്. എങ്കിലും വൈകുന്നേരം മാത്രമേ ഇവിടെ സാന്നിധ്യമുള്ളൂ. അമ്മയും ഞാനും അയാളുടെ എല്ലാ ഇഷ്ടങ്ങളും അംഗീകരിച്ചു കൊടുത്തു. ഞങ്ങൾ മാത്രമല്ല, പക്ഷേ പ്രധാനമായും ഞങ്ങളുടെ കുടുംബമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. എങ്കിലും ചുറ്റിത്തിരിഞ്ഞു വരും. ഞാനാണെങ്കിൽ അങ്ങനെ മാത്രം നോക്കിയാണ് ജീവിക്കുന്നത്. അമ്മ അങ്ങനെയല്ല, ഇത്രയും കാലം അങ്ങനെ തന്നെയായിരുന്നു. എങ്കിലും ഇത്രയും വർഷമായില്ല മാഡം, എനിക്ക് ഒരു കുട്ടി വേണമെന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇത്രയും നാളായിട്ടും എല്ലാ ദിവസവും ആക്റ്റീവായിരുന്നിട്ടും കുട്ടികൾ ഉണ്ടാകുന്നതേയില്ല. അതിനെപ്പറ്റി പറയുമ്പോൾ ഇപ്പോഴും കുട്ടികൾ വേണ്ട, അതൊന്നും സാരമില്ല, നടക്കുമ്പോൾ നടന്നോട്ടെ എന്ന് പറഞ്ഞാണ് ഇത്രയും നാൾ മുന്നോട്ട് പോയത്. രസത്തിൻ്റെ പുറകെ പോയി
പോയതുകൊണ്ട് ഇതൊന്നും ചിന്തിച്ചുമില്ല. ഇപ്പോൾ നാട്ടുകാരും മറ്റുള്ളവരൊക്കെ ചോദിക്കാൻ തുടങ്ങി, ഇനിയും കുട്ടികൾ വേണ്ടേന്ന്. ഒരു ദിവസം ഈ കാര്യം പറഞ്ഞ് സീരിയസ് ആയിട്ട് ഞാൻ വഴക്കിട്ടു. അപ്പോൾ പുള്ളി പറഞ്ഞു, ബാധ്യതകളൊന്നും ഉണ്ടാകുന്നത് ഇഷ്ടമല്ല. ആദ്യത്തെ വിവാഹമോചനത്തിന് ശേഷം പുള്ളി എന്തോ സർജറി ചെയ്ത് എല്ലാം നിർത്തിയത്രേ. അതുകൊണ്ടാണ് കുട്ടികളുണ്ടാകാത്തത്. അതുകൊണ്ട് നീ ഇത് മോഹിക്കേണ്ട. ആ കാര്യങ്ങളൊന്നും ഇനി നോക്കുകയേ വേണ്ട. നമുക്കിങ്ങനെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ലീഗലി വലിയ രീതിയിൽ മാരീഡൊന്നുമായിട്ടുള്ളവരല്ല ഞങ്ങൾ. അമ്പലത്തിൽ വെച്ച് നടത്തുന്ന കല്യാണത്തിന് വാലിഡിറ്റി കാണുമായിരിക്കും, എന്നാലും മറ്റ് രജിസ്ട്രേഷൻ ഒന്നും ചെയ്തിട്ടില്ല. അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ പറയും, കുട്ടികളൊന്നും ഉണ്ടായില്ലെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പോയാൽ മതിയെന്ന്. അമ്മയ്ക്ക് ഇപ്പോഴും പഴയ രീതിയിലുള്ള കുട്ടികൾ തന്നെയാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്കൊരു കുട്ടി വേണമെന്നുണ്ട്. ഞാൻ ഹസ്ബൻഡിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞത്, ചെയ്തത് ചെയ്തു, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഡോക്ടർ പറഞ്ഞത്രേ. അങ്ങനെയാണോ മാഡം? എനിക്ക് മെഡിക്കലി വലിയ അറിവുകളൊന്നുമില്ല മാഡം. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇനിയും സാധ്യതകളുണ്ടെന്നാണ് കാണുന്നത്. മാഡം പ്ലീസ് ഒന്ന് വായിച്ചിട്ട് പറയണം. എനിക്കൊരു കുട്ടി വേണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ഭർത്താവായിട്ട് നാട്ടുകാർ കാണുന്നത് അദ്ദേഹത്തെയാണല്ലോ. അതുകൊണ്ട് അദ്ദേഹം തന്നെയാകണം കുട്ടിയുടെ അച്ഛനെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതാണ്, അല്ലാതെ വേറെ വഴികളില്ലാഞ്ഞിട്ടല്ല. എങ്കിലും അമ്മയുടെ വഴികളിലേക്ക് ഞാൻ ഇറങ്ങിയിട്ടില്ല. ഞാൻ ഇത്രയും നാൾ കാട്ടിക്കൂട്ടിയത് തെറ്റാണെന്ന് എനിക്കറിയാം, ശരിയുമല്ല. എങ്കിലും ഈ അവസ്ഥയിൽ ചീത്ത പറയാതെ മാഡം എനിക്ക് ഒരു വഴി പറഞ്ഞു തരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം തെറ്റെല്ലാം അംഗീകരിച്ച സ്ഥിതിക്ക് നമുക്കിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരിക്കലും ഇതുപോലെ ഒരു പെൺകുട്ടികളും എടുത്തു ചാടി, അമ്മ എങ്ങനെയാണെങ്കിലും മോൾ എങ്ങനെയാണെങ്കിലും ഇത്തരം കുണ്ടാമണ്ടകളിലൊന്നും ചെന്ന് ചാടരുത്. ഇതൊരു ബാഡ് സ്റ്റോറിയാണ്, അല്ലെങ്കിൽ ബാഡ് അനുഭവമാണെന്ന് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. പക്ഷെ കല്യാണം കഴിഞ്ഞു, കുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ഹസ്ബൻഡ് പറയുന്നു ഇങ്ങനൊരു സർജറി ചെയ്ത് നിർത്തിയതാണെന്ന്. ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും? പുള്ളി പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് തെറ്റാണ്. പലവിധ ഓപ്ഷൻസ് ഇനിയുമുണ്ട്. ഒരു സർജനെ കാണിച്ചിട്ട് ഒരു റീസർജറി പിന്നെയും നടത്തേണ്ടി വരും. അതിൻ്റെ സക്സസ് റേറ്റ് കുറവാണെങ്കിലും അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അത് ചെയ്ത് നോക്കാം. ഇനി അതല്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി ഒരു ഇൻഫെർട്ടിലിറ്റി സെൻറ്ററിൽ ചെല്ലുക, അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ അവിടെയും ഇത്തരം ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. സർജറി സക്സസ് ആയില്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് അണുക്കൾ നേരിട്ട് കുത്തിയെടുത്ത് ശേഖരിച്ച് അത് പിന്നീട് IVF എന്ന് പറഞ്ഞ പ്രക്രിയയിലേക്ക്, ടെസ്റ്റ് ട്യൂബ് ശിശു എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴേക്കും കാര്യങ്ങൾ ഏകദേശം 90% സക്സസ്സായി ഒരു കുട്ടി ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഭയങ്കര പണച്ചിലുള്ള കാര്യമാണ്. പണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ലാത്തത് കൊണ്ട് ഭർത്താവിനോട് ഇത്തരം ഓപ്ഷൻസൊക്കെ ഉണ്ടെന്ന് പറയുക. എന്തായാലും നിങ്ങൾ വലിയൊരു വിഷമവൃത്തത്തിലും ഇത്തരം ഒരു വല്ലാത്തൊരു ബന്ധത്തിലും പെട്ടുകഴിഞ്ഞ ശേഷം ഒരു കുട്ടി വേണമെന്നൊക്കെ പറഞ്ഞതിൽ എത്രത്തോളം നന്മയുണ്ടെന്ന് കേൾക്കുന്നവർക്ക് സംശയം ഉണ്ടെങ്കിലും ഓക്കെ, നിങ്ങളുടെ ആഗ്രഹമല്ലേ, അതിന് ഇത്തരം 2 ഓപ്ഷൻസ് ഉണ്ട്. കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യാൻ ചെയ്യുന്നില്ല. ഓക്കെ.